നീറ്റ് അഴിമതിയെ ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലാണ് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ വിമർശിച്ചത്. പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് രാഷ്ട്രപതി. പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. അതേസമയം അടിയന്തരാവസ്ഥ കറുത്ത അധ്യായമെന്നും പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സിബി, കഴിഞ്ഞ ദിവസം സ്പീക്കർ സഭയിൽ അസാധാരണമായി പെരുമാറിയത്, അടിയന്തര അവസ്ഥയെ സംബന്ധിച്ച പ്രമേയം പാസാക്കി, പ്രമേയം അവതരിപ്പിച്ചു. അതിന് പിന്നാലെ ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലും ചില രാഷ്ട്രീയ സൂചനകൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും രാഷ്ട്രപതി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്, ഒന്ന് നീറ്റ് വിഷയത്തിൽ രാഷ്ട്രീയം കാണരുത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. രണ്ടാമത് അടിയന്തരാവസ്ഥ രാജ്യത്തിൻ്റെ കറുത്ത അധ്യായമാണെന്ന് പറയുകയും ചെയ്തു. രാഷ്ട്രപതി ഇരു സഭകളെയും സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. എന്തായിരുന്നു രാഷ്ട്രപതിയുടെ മറ്റ് പ്രസ്താവനകൾ? ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നു സഭയിൽ? സിജു, എന്തായാലും ഈ 18ാം ലോക്സഭാ സമ്മേളനത്തിലെ 4ാം ദിവസമായി ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വളരെ വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണത്തെ പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും അതിനെല്ലാം നിലയും അനുകൂലിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളെ ഇത്തരത്തിൽ വിമർശിച്ചുമായിരുന്നു രാഷ്ട്രപതിയുടെ ഒരു നയപ്രഖ്യാപന പ്രസംഗം. ഇതിൽ ഈ നീറ്റ് വിഷയം വളരെ ഗൗരവകരമായ ഒന്ന് തന്നെയാണ്. അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിഹാരം കാണുമെന്നൊരു നിർദ്ദേശമാണ് രാഷ്ട്രപതി പ്രധാനമായും വെച്ചത്. അതിൽ രാഷ്ട്രീയമായി കാണുന്ന പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത്. മറ്റൊന്ന് അടിയന്തരാവസ്ഥ സംബന്ധിച്ചല്ലാതിൻ്റെയും ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് എതിരായ ഒരു ഒളിയമ്പുമായി പാർലമെൻറ്റിൽ സ്പീക്കർക്ക് പിന്നാലെ രാഷ്ട്രപതിയും രംഗത്തെത്തി. അടിയന്തരാവസ്ഥ കാലം ഈ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനങ്ങളാണ്. ഇത് ഭരണഘടനയെ ആക്രമിക്കുന്നതായിരുന്നു എന്നും രാഷ്ട്രപതി ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ഈ നാരി ശക്തി അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മണിപ്പൂർ വിഷയവും നീറ്റെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളിയും ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടും വരാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ചില പദ്ധതികളുടെ വിവരണവുമായിരുന്നു ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ഇനി വരുന്ന ബജറ്റ് വളരെ വലിയ ഒരു ചരിത്രമായി മാറുമെന്നും ഇത്തരത്തിൽ രാഷ്ട്രപതി. ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയും ഒപ്പം തന്നെ അടിയന്തരാവസ്ഥയെ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ സംയുക്ത പ്രസംഗം, അതിൻ്റെ വിവരങ്ങളാണ് സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് നൽകിയത്.